ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ വിളിച്ച് കുറച്ച് മണ്ടന്മാരെ കണ്ടുപിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. നമുക്ക് പലവിധ ശീലങ്ങളുണ്ട്. അത് രണ്ടായിട്ട് തരംതിരിക്കാം: നല്ല ശീലങ്ങളും ദുശ്ശീലങ്ങളും. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യൻ ശീലങ്ങളെ സൃഷ്ടിക്കുന്നു, പിന്നീട് ആ മനുഷ്യൻ ആ ശീലങ്ങൾക്ക് അടിമയാകുന്നു. നമുക്ക് നല്ല ശീലങ്ങൾ വേണം, പക്ഷെ നമ്മൾ ശീലങ്ങളുടെ അടിമയാവരുത്. അതൊന്നാമത്തെ കാര്യം. ഗാർഡനർ ഒരു എസ്സേ പറയുന്നുണ്ട്, എ ഹാബിറ്റ് മസ്റ്റ് ബി എ സ്റ്റിക്ക് ദാറ്റ് വി യൂസ് ആൻഡ് നോട്ട് എ സ്ട്രെസ് ടു ലീൻ ഓൺ. ഗാർഡനർ തന്നെ പറയുന്ന ഒരിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർക്കൊരു ശീലമുണ്ടായിരുന്നു, ക്ലാസ്സിൽ വന്ന് ഒരേ ഒരു ചോദ്യമേ ചോദിക്കൂ, പക്ഷേ ഏറ്റവും മിടുക്ക് കൂടിയ കുട്ടിയോടെ ചോദിക്കൂ. ആ കുട്ടി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ രണ്ടാം മിടുക്കുകാരനായ കുട്ടിക്ക് ചാൻസ് കിട്ടും. പക്ഷേ ഫോർച്യൂണേറ്റ്ലി ഓർ അൺഫോർച്യൂണേറ്റ്ലി ഗാർഡനർ രണ്ടാം സ്ഥാനക്കാരനായിരുന്നു. അതുകൊണ്ട് ചോദ്യങ്ങൾ കിട്ടുന്നില്ല, ഉത്തരം പറയണമെന്നുള്ള അത്യധികം ആഗ്രഹം ഗാർഡനർക്കുണ്ട്. അതുകൊണ്ട് ഗാർഡനർ എന്ത് ചെയ്തു, ഈ ഒന്നാമനായ കുട്ടിയെ നിരീക്ഷിച്ചു. നോക്കിയപ്പോൾ എന്നും ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ എഴുച്ച് നിന്നിട്ട് ഇങ്ങനെ ഒരു കോട്ട് ഇട്ടിട്ടുണ്ട്. ആ കോട്ടിൻ്റെ ഒരു ബട്ടൺ താഴത്തെ പോക്കറ്റിലുണ്ട് ആ കുട്ടിക്ക്. ആ ബട്ടൺ ഇങ്ങനെ ഞരടിക്കൊണ്ടാണ് ഉത്തരം പറയുന്നത്. ബട്ടൺ ഞരടിക്കൊണ്ട് ഇങ്ങനെ ഞരടിക്കൊണ്ടിരിക്കും, ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത ദിവസം ഗാർഡനർ ഒരു ചെറിയ കത്രികയുമായിട്ട് പോയി. കളിക്കുന്നതിനിടയിൽ കുട്ടി അറിയാതെ പതുക്കെ ആ ബട്ടൺ മുറിച്ചു മാറ്റി. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആ ടീച്ചറിൻ്റെ പീരീഡ്. 18 ഉച്ചയ്ക്കാണ് ആ ടീച്ചറിൻ്റെ ക്ലാസ്. ടീച്ചർ വന്നു, ചോദ്യം ചോദിച്ചു, ഈ കുട്ടിയോട് എഴുതിച്ചു, ഉത്തരം പറയാൻ പറഞ്ഞു. കുട്ടി ചാടി എഴുതിച്ചു നിന്ന് കൈ ഇങ്ങനെ പോക്കറ്റിലോട്ട് പോയി അവിടെ ഞരടാൻ ഇങ്ങനെ കൈ തപ്പാൻ തുടങ്ങി. ബട്ടൺ കിട്ടുന്നില്ല. ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, കുനിഞ്ഞു നോക്കി തപ്പുന്നു, ബട്ടൺ കാണുന്നില്ല. കുട്ടി പാനിക്കായി ഉത്തരവൊന്നും പറഞ്ഞില്ല. ടീച്ചർ ഗാർഡനർക്ക് ചാൻസ് കൊടുത്തു, ഗാർഡനർ ഉത്തരം പറഞ്ഞു. രണ്ടാം ദിവസവും ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ, കുട്ടി അതേ കോട്ടിട്ട് വന്നു, കോട്ടിൽ ബട്ടൺസ് പോക്കറ്റിലില്ല. അന്നും ടീച്ചർ ആ കുട്ടിയോട് ആദ്യം ചോദിച്ചു, കുട്ടി എഴുതിച്ചു, ബട്ടൺ തപ്പി, ഉത്തരം പറഞ്ഞില്ല, ഗാർഡനർക്ക് ചാൻസ് കിട്ടി. മൂന്നാമത്തെ ദിവസം കുട്ടി വേറൊരു കോട്ടിട്ട് വന്നതിൻ്റെ അന്നും സൂത്രത്തിൽ ബട്ടൺ മുറിച്ച് മാറ്റി, അന്നും ഗാർഡനർക്ക് അവസരം കിട്ടി. നാലാം ദിവസം ടീച്ചർ നേരെ ഗാർഡനടുത്ത് ചോദ്യം ചോദിച്ചു. പിന്നെ അങ്ങോട്ട് ആ സ്കൂൾ വിടുന്നവരെ ആ ടീച്ചർ ഗാർഡനടുത്ത് മാത്രം ചോദ്യം ചോദിച്ചു. ഗാർഡനർ മിടുക്കനായി. ബാക്കി ഞാൻ പറയുന്നില്ല, കൺക്ലൂഡിങ് സെൻറ്റൻസ് മാത്രം പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു, പാവം ഒരു മുഴുക്കൊടിയനായിട്ട് ഒന്നിനും കള്ളാത്ത ഒരു മനുഷ്യനായിട്ട് അയാൾ അത് പതിച്ചിരിക്കുന്നു. സങ്കടം വന്നു. ഇത് ആ ടീച്ചറുടെ ദുശ്ശീലം. അത് ദുശ്ശീലം. ഇനി ഗാർഡനർ മറ്റൊരു കാര്യം പറഞ്ഞു. അവിടെ എല്ലാവരും ഈ കറുത്ത കോട്ടൊക്കെ ഇട്ടാണല്ലോ പോകുന്നത്. സ്വിമ്മിംഗ് പൂളിൽ ഗാർഡനർ ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഹൂക്കിൽ കൊണ്ട് കോട്ടൺ ഡ്രസ്സ് ഊരിയിടും. നീന്തിയിട്ട് വന്ന് നോക്കുമ്പോൾ ഏത് ഹൂക്കിലിട്ടൊന്നും ഓർമ്മയില്ല, കാണാനെല്ലാം ഒരുപോലെ. പിന്നെ അവിടെ വെയിറ്റ് ചെയ്യും. എല്ലാവരും പോയി കഴിയുമ്പോൾ ശേഷിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകും. അത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു പർട്ടിക്കുലർ ഹൂക്കിൽ ഡ്രസ്സ് തൂക്കിയിടുക. ഇനി അത് എൻഗേജ്ഡ് ആണെങ്കിൽ അതിൻ്റെ അടുത്തത്, അതും പറ്റിയില്ലെങ്കിൽ അതിൻ്റെ അടുത്തത്. പിന്നീട് കാത്തിരിക്കേണ്ടി വന്നില്ല. അത് നല്ല ശീലം. അതാ ഞാൻ പറഞ്ഞ ശീലങ്ങൾ നല്ലതെന്നും ചീത്തയും തിരിക്കാം. നല്ല ശീലങ്ങൾ വേണം. ഞാനൊരു 5 ശീലങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാം. ഒന്ന്, സമയനിഷ്ഠ. ഇന്ന് പലരും പാലിക്കാത്തതാണ്. ഇപ്പോൾ രാവിലത്തെ ക്ലാസ്സിലാണെങ്കിൽ 9:30ക്കാണ് ക്ലാസ് ടൈം. ടീച്ചറെ പഠിപ്പിക്കാൻ തുടങ്ങി ഫോമിലായി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കുട്ടി കയറി വരും. ടീച്ചർക്ക് എന്താ കുട്ടി താമസിച്ചു എന്നാണ് സംസാരമായി 2-3 മിനിറ്റ് പോയി. പിന്നെ ടീച്ചർ ഒന്നേന്ന് ഫോമിലാവാൻ ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? അടുത്ത കുട്ടി താമസിച്ചു വരും. ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പഠിച്ചിരുത്തി ഫോമിലാവുമ്പോൾ അടുത്ത കുട്ടി വരും. പോയില്ലേ ഒരു പീരീഡിൻ്റെ പകുതി സമയം. ഇനി ആ ടീച്ചർ നേരെ പഠിപ്പിച്ചാലും ഇല്ലെങ്കിലും ടീച്ചറിന് ശമ്പളം സർക്കാർ കൊടുക്കും, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൊടുക്കും. നഷ്ടമാർക്കാം. ഒരു കുട്ടി താമസിച്ചപ്പോൾ തന്നെ നഷ്ടം എല്ലാ കുട്ടികളും ചുമക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ചാൽ ഇപ്പോൾ പലയിടത്തും കാണാം 5 മണിക്കെന്ന് നോട്ടീസിൽ അടിച്ചേക്കും, തുടങ്ങുമ്പോൾ 6:30. കാരണം എന്താ? മുഖ്യ അതിഥി പോലും 5 മണിക്ക് എത്തിയിട്ടില്ല. ഓഡിയൻസൊക്കെ വന്നു, സംസാരിക്കേണ്ടവർ 5:30 ആകുമ്പോൾ എത്തി തുടങ്ങും. അങ്ങനെ 4-5 പ്രോഗ്രാം ആകുമ്പോൾ എന്ത് സംഭവിക്കും? അടുത്ത പ്രോഗ്രാം 5 മണിക്ക് നടിച്ചാൽ 6 മണിക്ക് ആൾക്കാർ വരും. അന്ന് ഒരു പക്ഷേ ചീഫ് ഗസ്റ്റിന് അർജൻസി കാണും, അയാൾ 5 മണിക്ക് വരും, 5:30 പോകണമെന്ന് വിചാരിച്ച് ശൂന്യമായ കസേരകൾ നോക്കി സംസാരിച്ചിട്ട് പോകേണ്ടി വരും. അപ്പോൾ കാണുന്നവരും പ്രോഗ്രാം നടത്തുന്നവരും സംസാരിക്കുന്നവരും എല്ലാം പാലിക്കേണ്ട ഒന്നാണ് സമയനിഷ്ഠ. സമയം വളരെ വിലപ്പെട്ടതാണ്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക അല്ലെ കാണുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ സെക്കൻഡ് പോവുകയാണ്. ഈ നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാൻ ആർക്ക് കഴിയും ലോകത്ത്? സമയം നഷ്ടപ്പെടുത്താതെ കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കൂ. ടൈം ടേബിൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അത് പാലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ടൈം ടേബിൾ പാലിക്കൂ.
നിങ്ങൾ ബുക്കുകൾ തന്നെ വീട്ടിലേക്ക് അടുക്കി വെക്കുമ്പോൾ ഓരോ വിഷയക്രമത്തിലേക്ക് അടുക്കി വെക്കൂ. അപ്പോൾ ഒരു ബുക്ക് എടുക്കേണ്ടി വന്നാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ബുക്ക് അവിടെ നിന്ന് എടുക്കാം, സമയം കളയേണ്ടി വരില്ല. ചീർപ്പ് നിങ്ങളുടെ മിററിൻ്റെ ഒപ്പം ഒന്ന് കെട്ടി തൂക്കിയിട്ടേക്കു, തല കോതിയിട്ട് കയ്യങ്ങ് വിട്ടിട്ട് പൊക്കോളൂ. നാളെ ചീപ്പ് തപ്പ് സമയം കളയണോ? വേണ്ട. മേശപ്പുറത്ത് ഒരു കൊച്ചു പെട്ടി വെച്ച് നിങ്ങൾ സ്കൂളിൽ നിന്ന് വന്നാൽ ഇൻസ്ട്രുമെൻറ്റ് ബോക്സും പേനയൊക്കെ അതിൽ മാത്രം വയ്ക്കും. അത് തപ്പി സമയം കളയണ്ട. രാവിലെ കുറച്ച് ദിവസം അലാം വെച്ച് കൃത്യമായിട്ട് ഒരേ സമയത്ത് എഴുതിക്കും. 22-ാം ദിവസം നിങ്ങൾ ആ സമയത്ത് തന്നെത്താനെ ഉണരും. പിന്നെ ആരെങ്കിലും പോയി പിടിച്ച് കിടത്തിയാലും നിങ്ങൾ തിരിച്ചു പോയി കിടക്കില്ല. അങ്ങനെ നല്ല സമയനിഷ്ഠ ഒന്നുണ്ടാക്കും. ഇനി രണ്ടാമതായിട്ടുള്ള ദുശീലം, ഗോസിപ്പുകളും പരാതികളും. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം മറ്റുള്ള ഒരാളോട് പറയാതിരിക്കുക. എൻ്റെ അടുത്ത് എ എന്നൊരു വ്യക്തി വന്ന് ബിയെ പറ്റി കുറ്റം പറയുമ്പോൾ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തി ബിയെ കുറിച്ച് എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞുവെങ്കിൽ എൻ്റെ കുറ്റം ബിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് ഇതിൻ്റെ ഇരട്ടിക്ക്. അത് പറയാനുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി വന്നാണ് ഈ കുറ്റം പറയുന്നത്. നിങ്ങളെ വീഴ്ത്തും അവർ. ആരെ പറ്റിയെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ടോ കുറ്റകരമായിട്ടോ തോന്നിയെങ്കിൽ അയാളെ ഒറ്റയ്ക്ക് കണ്ട് നേരിട്ട് സംസാരിക്കൂ. മൂന്നാമതൊരാൾ അറിയരുത്. ഗോസിപ്പുകളും ഒരാളെക്കുറിച്ച് മറ്റൊരാൾക്ക് പരാതി പറയുന്നതും ഒഴിവാക്കൂ. പ്രശംസിക്കുന്നത് ആബ്സെൻസിലുമാകാം. എനിക്ക് ഇന്നിവിടെ ഇരുന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത അബ്ദുൽ കലാമിനെയും വിക്രം സാരാഭായിയെയും CV രാമനെയൊക്കെ എനിക്കിപ്പോൾ പ്രശംസിക്കാം. പക്ഷേ കുറ്റം പറയണമെങ്കിലോ ജീവിച്ചിരിപ്പുള്ള വ്യക്തിയെ കുറ്റം പറയാം. അത് അയാളത്തെ കണ്ട് നേരിട്ട് അയാളോട് മാത്രം. മൂന്നാമതൊരാൾ അറിയരുത്. ഇനി മറ്റൊന്ന്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. ഈയിടെ ഞാനൊരു നല്ല കഥ വായിച്ചു. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയെ വിളിച്ച് കുറച്ച് മണ്ടന്മാരെ കണ്ടുപിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. പിറ്റേ ദിവസം ചീഫ് സെക്രട്ടറി ചെന്നു. ഒന്നാമത്തെ ആളിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇയാളാണ് ഒന്നാമത്തെ മണ്ടൻ. ചോദിച്ചാൽ അതെന്താ മണ്ടത്തരം കാണിച്ചത്? അത് കാളവണ്ടിയിലിരുന്ന് ഒരു ചുമട് തലയിൽ വെച്ചിരിക്കുന്നു. ഞാൻ എന്തിനാന്ന് ചോദിച്ചപ്പോൾ അത് ആ ഭാരം കൂടെ കാള ചുമക്കണ്ടല്ലോ, ഞാൻ ചുമന്നു കൊടുക്കാമെന്ന് വിചാരിച്ചു, ഒരു സഹായമാട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അയാളൊരു മണ്ടനാണ്. അടുത്ത രണ്ടാമത്തെ ആളിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇയാൾ വീട്ടിൻ്റെ ചരിവിൽ പുല്ല് വളർത്തുന്നു. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ആ പുല്ല് വലുതാകുമ്പോൾ എനിക്ക് പശുവിനെ അവിടെ മേയാൻ കൊണ്ട് കെട്ടാമല്ലോ എന്ന് പറഞ്ഞു. ഇത് രണ്ടാമത്തെ മണ്ടനാണ്. മൂന്നാമത്തെ ആളെ കാണിച്ചു, ഇയാൾ ഇരിക്കുന്ന കൊമ്പിനെ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്ത് വെട്ടുകയാണ്, മുറിയുമ്പോൾ അയാളും കൂടെ താഴെ വീഴുമെന്ന് മനസ്സിലാക്കാതെ കൊമ്പ് വെട്ടുകയാണ്. അയാളാണ് മണ്ടൻ. അപ്പോൾ മുഖ്യമന്ത്രി ഞാൻ 5 പേരെ കൊണ്ടുവരാനല്ലേ പറഞ്ഞു, 3 ആയുള്ളൂ. നാലാമത്തെ ആളെവിടെ? അത് ഒരു മുഖ്യമന്ത്രി ആയിരുന്നിട്ട് നല്ല ബുദ്ധി കാണിക്കുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ടുവന്ന് ബുദ്ധിപരമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുന്നതിന് മണ്ടന്മാരെ അന്വേഷിക്കാൻ പറഞ്ഞ് അങ്ങാണ് നാലാമത്തെ മണ്ടൻ. അപ്പോൾ അഞ്ചാമത്തവനോ അത് ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയില്ല. അതാരാ ഈ ഒരുപാട് പേര്? ജോലി ചെയ്യേണ്ട സമയത്ത് ജോലി ചെയ്യാതിരുന്ന് സോഷ്യൽ മീഡിയയിൽ തള്ളവിരലും നീക്കിക്കൊണ്ടിരുന്ന് ജോലി മാറ്റിവെച്ച് സോഷ്യൽ മീഡിയ ആസ്വദിക്കുന്ന അവർ, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്ന അവരാണ് അഞ്ചാമത്തെ മണ്ടന്മാർ, തള്ളവിരൽ ദുരുപയോഗം ചെയ്യുന്നവർ. അതെ, ഇന്ന് പഠിക്കേണ്ട സമയത്ത് വിദ്യാർത്ഥികളും ജോലി ചെയ്യേണ്ട സമയത്ത് ഓഫീസിലോ കമ്പനികളിലോ ഫീൽഡിലോ ഇരുന്ന് ആൾക്കാർ സോഷ്യൽ മീഡിയ നോക്കി രസിച്ച് ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നു. ദയവേത് അതൊഴിവാക്കുക. വരുവാണെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഇടവിട്ട് ഒരു 2 മിനിറ്റ് വെച്ച് കണ്ടോളൂ, ടൈം ടേബിളായിട്ട്. മറ്റ് സമയങ്ങളിൽ ജോലി ചെയ്യുക. വേണമെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഒരു അലാം പോലെ വയ്ക്കാം. ഒരു 40 മിനിറ്റ് അലാം വയ്ക്കുക. 40 മിനിറ്റ് നിങ്ങളുടെ ജോലിയിൽ മാത്രം ഒഴുകുക. 40 മിനിറ്റ് കഴിയുമ്പോൾ 5 മിനിറ്റ് നിങ്ങളുടെ അപ്പോഴത്തെ സൗകര്യം പോലെ എന്തെങ്കിലും ചെയ്യൂ. അടുത്ത 40 മിനിറ്റ് വീണ്ടും ജോലി ചെയ്യൂ. അടുത്ത 5 മിനിറ്റ് ആസ്വദിക്കുന്ന മറ്റെന്തെങ്കിലും ചെയ്യൂ. അങ്ങനെ ഒരു കൃത്യനിഷ്ഠയുമായിട്ട് നീങ്ങും. അപ്പോൾ സമയവും മാനേജ് ചെയ്യും, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും കുറയ്ക്കാം. ഞാൻ ഈയിടെ ഒരു കാർട്ടൂൺ കണ്ടു. പഴയ കാലത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്താൽ കുട്ടി വായിൽ കൊണ്ടുപോകുന്ന ഒരു പേന കൊടുത്താൽ, അല്ലെങ്കിൽ ചോക്കുപ്പൊടി നിറഞ്ഞ ഒരു ഡസ്റ്റർ കൊടുത്താൽ വായിൽ വയ്ക്കുന്ന കുട്ടി. പുതിയ കാലത്തെ കുട്ടിക്ക് ഒരു പഴംപൊരി കൊടുത്തപ്പോൾ ചെവിയിൽ വയ്ക്കുന്നു. അത്രത്തോളം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു മൊബൈൽ ഉപയോഗം. ഇനി 4ാമത്തെ ശീലം, ഉത്തരവാദിത്തമില്ലായ്മ. നിങ്ങൾ ഒരു ജോലി ഏൽപ്പിച്ചാൽ അനലൈസ് ചെയ്ത് കഴിയുമെങ്കിൽ എസ് പറഞ്ഞ് ഏറ്റെടുക്കുക. കഴിയില്ലെങ്കിൽ അപ്പോഴും നോ പറഞ്ഞ് മാറ്റുക. ഏറ്റെടുത്താൽ ഉത്തരവാദിത്വത്തോടെ അത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കണം. കൃത്യസമയത്ത് തീർത്തിരിക്കണം. കൊടുക്കേണ്ട സമയത്ത് അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല, എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് എക്സ്ക്യൂസുകൾ പറയരുത്. എ വിന്നർ നെവർ ക്വിറ്റ്സ് ആൻഡ് എ ക്വിറ്റർ നെവർ വിൻസ്. എ വിന്നർ ഹാസ് എ പ്ലാൻ വൈൽ എവരി ലൂസർ ഹാസ് ആൻ എക്സ്ക്യൂസ്. ഇതോർക്കുക. പിന്നെ എല്ലാവർക്കും ഒരുപോലെ നല്ല ഡ്രസ്സുകൾ ഉണ്ടാവില്ല. പക്ഷേ ഉള്ള ഡ്രസ്സിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി വൃത്തിയായിട്ട് നിങ്ങൾക്ക് ധരിച്ച് നീറ്റായിട്ട് പോകാമല്ലോ. ആഡംബരം കാണിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ സാമ്പത്തിക നിലയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഡ്രസ്സേ വാങ്ങാവൂ. ആ ഡ്രസ്സുകൾ അലക്കി
അലക്കെന്ന് പറഞ്ഞാൽ അലക്കാരനെ കൊടുക്കാനല്ല, തന്നെത്താനെ കഴുകി വൃത്തിയാക്കി അഴുക്കില്ലാത്ത ഡ്രസ്സുകൾ വൃത്തിയായി ധരിച്ച് നല്ലവണ്ണം രാവിലെ ഉടനെ കുളിച്ചിട്ടേ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാവൂ. ചിലരുണ്ട് കുളിക്കുക പോലും ചെയ്യാതെ മുഖത്തൊക്കെ മേക്കപ്പ് വരെ തേച്ച് മിനിച്ച് കുട്ടപ്പനായിട്ട് പോകും. അപ്പോൾ മോശം ഡ്രസ്സും ശുചിത്വമില്ലായ്മയും ഒഴിവാക്കൂ. ഈ ചില ആൾക്കാരുണ്ട് ഒരു 2 ആഴ്ചയായിട്ട് ഡ്രസ്സ് നനച്ച് കഴുകാതെ ഇട്ടുണ്ട്, അടുത്ത് വരുമ്പം നാറും. ഞാൻ കുട്ടികൾക്ക് പറയാറുണ്ട് ഈ സെൻറ്റൻസ്. നിങ്ങൾ ദിവസം ആഹാരം കഴിക്കണം, കാരണം എന്താ? നിങ്ങൾക്ക് ജീവിക്കണം. നിങ്ങൾ ദിവസം കുളിച്ച് വൃത്തിയാക്കിയ ഡ്രസ്സിട്ട് ക്ലാസ്സിൽ വരണം, കാരണം എന്താ? അടുത്തിരിക്കുന്നവർക്കും ജീവിക്കണം, വേണ്ടേ? അതുകൊണ്ട് ശുചിത്വം പാലിക്കൂ, ഡ്രസ്സൊക്കെ നന്നായിട്ട് ധരിക്കൂ. ശുചിത്വം പാലിച്ചാൽ ഒരുപാട് രോഗങ്ങളും ഒഴിവാകും. ഇങ്ങനെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് ഗോസിപ്പുകൾക്ക് വഴങ്ങാതെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പരമാവധി കുറച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന ജോലികൾ ഉത്തരവാദിത്തോടെ ചെയ്തുകൊണ്ട് ശുചിത്വത്തോടെ നല്ല ഡ്രസ്സുമൊക്കെ നന്നായിട്ട് ധരിച്ച് നിങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറൂ. എങ്കിൽ നിങ്ങൾ ഒരു മഹത് വ്യക്തിയാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.